എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാണായാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ സിമ്പിളായ ബ്രീത്തിങ് എക്സസൈസാണ് നാം ഇവിടെ കാണിക്കുന്നത്. അറിയാമല്ലോ, പ്രാണായാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാണായാമം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഗുണമുള്ളതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ അളവ് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാണായാമം. പല രോഗങ്ങളെയും, നമ്മുടെ സൈനസൈറ്റിസ്, കഫക്കെട്ട്, തലകറക്കം, തലവേദന, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളെയും മാറ്റാൻ നമുക്ക് പ്രാണായാമത്തിന് സാധിക്കും. ജലദോഷം മുതൽ വലിയ വലിയ രോഗങ്ങളെ വരെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു സിദ്ധ ഔഷധമാണ് പ്രാണായാമം. അത് പല രീതിയിൽ പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്ഷമ കിട്ടും, നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം കിട്ടും, മറ്റുള്ളവരോട് കരുണയാവും, നമുക്ക് ആരോടും പ്രതികാരമില്ലാതെ നമുക്ക് സമ്പൽ സമൃദ്ധിയായി സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രാണായാമം ചെയ്യുന്ന വഴി നമുക്ക് നയിക്കാൻ പറ്റും. പല രോഗങ്ങളിൽ നിന്നും പ്രാണായാമം ചെയ്ത് പല രോഗങ്ങളിൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റും. ചിലർ പറയത്തില്ലേ, അവരെന്ത് കാണിച്ചിട്ടും മറ്റുള്ളവരോട് ക്ഷമിച്ച്, എന്താ നീ മിണ്ടാതിരിക്കുന്നത്, നീ സന്യാസിയാണോ മുനിയാണോ? സത്യമാണ്, സന്യാസി മുനി എന്നൊക്കെ പറയുന്നത് അവർ സ്ഥിരമായിട്ട് പ്രാണായാമം ചെയ്യുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ്. ഋഷിമാർ തന്ന ഒരു ദാനമാണ് നമുക്ക് ഈ യോഗയും യോഗാശാസ്ത്രവും പ്രാണായാമങ്ങളും മെഡിറ്റേഷനും ഒക്കെ. അപ്പോൾ അത് അതേപോലെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മൾ ശ്വാസം എടുക്കുന്ന വഴി ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണ്, ബ്രെയിനിലേക്കും നമുക്ക് ഓക്സിജൻ്റെ അളവ് കൂടും. അപ്പോൾ നമുക്ക് ആ തലകറക്കങ്ങളും നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും ഒക്കെ വളരെ സാധിക്കും. ഇപ്പം തന്നെ ഡിമെൻഷ്യ എന്നുള്ള രോഗം സർവ്വസാധാരണമായിട്ടിരിക്കുകയാണ്. അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പ്രാണായാമത്തിലൂടെ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് ചിലർ പറയും, പ്രാണായാമം ചെയ്യുന്നത് എനിക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സിമ്പിളായിട്ട് ബ്രീത്തിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വരെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കണം. എന്ന് വെച്ചാൽ നട്ടല് നിവർന്നിരിക്കണം. ഞാൻ എന്താ ഇവിടെ നട്ടൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുഖാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചന്ദനക്കാലും കൂട്ടി, സാധാരണ പറയുകയാണ് ചന്ദനക്കാലും കൂട്ടി ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ചിലർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് കസേരയിലിരുന്ന് ചെയ്യാം. ഏത് പ്രായക്കാർക്കും വയസ്സായവർക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് പ്രാണായാമം. അപ്പോൾ ചിലർക്ക് വലിയ യോഗാസനങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ബ്രീത്തിങ് എക്സസൈസ് മാത്രം ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രോഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും പോകാൻ സാധിക്കും. നമ്മളിത് ശ്രദ്ധിക്കാനുള്ളത്, നട്ടലെന്ന് പറഞ്ഞ് എവിടെ, കസേരയിലോ എവിടെ വേണമെങ്കിലും, തറയിലിരിക്കുകയാണെങ്കിലും ഒക്കെ നന്നായിട്ട് നമ്മൾ ഇരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഇതിനൊരു മുദ്രയുണ്ട്. ഇതാണ് നാസികാ മുദ്ര. ചൂണ്ടുവിരലും നടുവിരലും അകത്തോട്ട്, നമ്മുടെ തമ്പ് തള്ളവിരൽ ഇങ്ങനെ, ഈ രണ്ട് വിരൽ ഇങ്ങനെ വയ്ക്കണം. ഒരു കൈ ചിന്മുദ്ര വെച്ചാൽ നല്ലത്, അത് വെച്ചില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്വാസത്തെ നമ്മൾ ദിവസം എന്തുമാത്രം ശ്വാസം എടുക്കുകയാണ്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷേ ഇപ്പം നമ്മളിത് ശ്വാസത്തെ ശ്രദ്ധിച്ച് ചെയ്യുകയാണ്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയാണ് ശരീരത്തിലൂടെ ഓടുന്നത്. അതിനെ നമ്മൾ യാമം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുക, അതാണ് പ്രാണായാമം. അപ്പോൾ അതിനെ കുറച്ച് സമയം നിരീക്ഷിച്ചിരുന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് പ്രാണായാമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കണ്ട വലത് കൈ, ഈ മൂക്ക് ആദ്യം ഒരു മൂക്ക് അടയ്ക്കുക. ഒരു മൂക്കിലൂടെ ഞാൻ ശ്വാസം എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഞാനിപ്പോൾ സൗണ്ട് വെച്ചാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ സൗണ്ട് ഇല്ലാതെ വളരെ സ്ലോയിൽ സുഖകരമായിട്ടാണ് ശ്വാസം എടുക്കേണ്ടത്. ഇപ്പം ശ്വാസം എടുത്ത സൗണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് ശ്വാസം എടുക്കുന്നത് മനസ്സിലാകത്തുള്ളൂ. അത് നമ്മൾ വലത് മൂക്കടച്ച്, ഇത് എൻ്റെ വലത് മൂക്കാണ്, ഈ വലത് തമ്പ് വെച്ച് തള്ളവിരൽ വെച്ച് മൂക്കടയ്ക്കുക. മുകളിലേക്ക് ഞാൻ ദീർഘമായിട്ടൊരു ശ്വാസം എടുക്കുകയാണ്. ശ്വാസം എടുക്കുന്നു, ആ മൂക്കിലൂടെ തന്നെ ശ്വാസം വിടുകയാണ്. ഇനി അടുത്ത മൂക്ക് ചെയ്യുമ്പോൾ ദാണ്ട് ഈ വിരലാണ് റിംഗ് ഫിംഗർ, മോതിര വിരൽ വെച്ചാണ് ചെയ്യുന്നത്. അത് മൂക്ക് അടച്ചു പിടിക്കുക, അതിലൂടെ ശ്വാസം എടുക്കുക, മറ്റേ മൂക്കിലൂടെ.
ശ്വാസം എടുക്കുക. ശ്വാസം വിടുക. ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ആ മൂക്കിലൂടെ തന്നെ ശ്വാസം വിടുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ചിലർ ചെയ്യുമ്പോൾ നമ്മൾ ശക്തിയായിട്ട്, ഇത് ഞാനിതിനകത്തൊരു ചെറിയ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതാണ്. അല്ലാതെ ശ്വാസം എടുക്കുന്നത് വളരെ സുഖകരമായിട്ടാണ്. ഇങ്ങനെയാണ് സാധാരണ ശ്വാസം എടുക്കുന്നത്. ഇത് ചില ആൾക്കാർ തെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്വാസം ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. അതാണ് തെറ്റ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി മൊത്തം എടുത്തല്ല നമ്മൾ ശ്വാസം എടുക്കേണ്ടത്, വളരെ നമ്മൾ അറിയത്തതുപോലുമല്ല ശ്വാസം വിടുകയും ചെയ്യുന്നത്. അപ്പം ഈ മൂക്കിലൂടെയും ഒരു മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്ത് വിടുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ചെയ്യുന്നത്, ഈ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഈ മൂക്കിലൂടെ വിടുന്നതാണ് ചെയ്യുന്നത്. നോക്കിക്കോ, അതും ഇതുപോലെ തന്നെ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുക. അതാണ്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയാണ്. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് വിടുകയാണ്. പിന്നെ അടുത്ത കൈ വെച്ചിട്ട് എന്നാണ്. അപ്പം ഇനി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് മൂക്കിലൂടെ, ഈ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇങ്ങനെ വിടുന്ന, പിന്നെ ഇതിലൂടെ ശ്വാസം എടുത്ത്, അറിയാമല്ലോ, ഇങ്ങനെ പിടിച്ച് ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന, മറ്റേ മൂക്കിലൂടെ വിടുന്നു. അത് തന്നെ 3 പ്രാവശ്യം ചെയ്യുകയാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇതിലൂടെ ശ്വാസം എടുത്ത് ഇതിലൂടെ വിടുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്ന ഒന്ന് പ്രാക്ടീസ് ആവാനാണ്, ശ്വാസം എടുത്ത് വിടാനായുള്ള പ്രാക്ടീസാണ് കാണിച്ചത്. ഇനി നമ്മൾ ചെയ്യുന്നത് അനുലോമ വിലോമ പ്രാണായാമം. നമ്മൾ ഇത്രയും ഒന്ന് പഠിക്കുക. ഇതൊരു ഇങ്ങനെ ഇതിലൂടെ ശ്വാസം എടുത്ത് ഇതിലൂടെ വിട്ട്, അല്ലെങ്കിൽ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ആ മൂക്കിലൂടെ തന്നെ ശ്വാസം വിട്ട്, അത് തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മറ്റേ മൂക്കിലൂടെ ശ്വാസം എടുത്ത് അതിലൂടെ വിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് പഠിച്ചപ്പോൾ നമുക്ക് നല്ല എളുപ്പമായിരിക്കും ശ്വാസം എടുക്കാനും വിടാനും. അതിനുശേഷം വേണം ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇതിലൂടെ വിട്ട് വീണ്ടും അതിലൂടെ തന്നെ എടുത്ത്, അങ്ങനെ ആ ഒരു സൈഡ് തന്നെ 2 സൈഡും മാറി മാറി ചെയ്യാം. ഇനി ചെയ്യുന്നതാണ് നമ്മൾ അനുലോമ വിലോമ പ്രാണായാമം. അത് നമ്മൾ ചെയ്യുന്നത്, ഒരു മൂക്ക് അടച്ച് പിടിച്ചിട്ട് ഇടതിലൂടെ ശ്വാസം എടുക്കുകയാണ്. ഇത് അടച്ച് പിടിച്ചിട്ട് ഇതിലൂടെ വിടുന്നു. ആ വിട്ട മൂക്കിലൂടെ തന്നെ വീണ്ടും ശ്വാസം എടുക്കുകയാണ്. തള്ളവിരലച്ച് അടച്ച് പിടിച്ച് ഇതിലൂടെ വിടുന്നു. വീണ്ടും അതിലൂടെ എടുക്കുകയാണ്. അടയ്ക്കുക, ഇതിലൂടെ വിടുന്നു. അതിലൂടെ തന്നെ എടുക്കുന്ന, ഇതിലൂടെ വിടുന്നു. ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് മറ്റേ മൂക്കിലൂടെ വിട്ട്, ആ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇതിലൂടെ വിടുമ്പോഴേ ഒരു റൗണ്ട് ആവത്തുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ശ്വാസം, തീർച്ചയായിട്ടും നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഓക്സിജൻ്റെ അളവ് നന്നായിട്ട് വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ എക്സൈൽ ചെയ്യുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് നമ്മുടെ ടോക്സിൻസ് മുഴുവൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അനുലോമ വിലോമ പ്രാണായാമത്തിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത്, നമ്മൾ ശിവാനന്ദയിലൊക്കെ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്താണ്. ഞാൻ ശിവാനന്ദയിലാണ് പഠിച്ചത്. പിന്നെ പലതും പഠിച്ചു. ഞാൻ കോഴ്സ് പൂർത്തിയാക്കിയത് ശിവാനന്ദയിലാണ്, ഇൻ്റർനാഷണൽ ശിവാനന്ദ യോഗയിൽ. അപ്പോൾ അതിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഹോൾഡ് ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒത്തിരി കൂടെ ഗുണമാണത്. പക്ഷേ അത് നമ്മൾ മറ്റേത് കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് കാണിക്കാം. വലത് മൂക്കടച്ച് നമ്മൾ ആദ്യം നിൽക്കുന്ന ശ്വാസത്തെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുക.
ഈ വിരൽ വെച്ച് മൂക്ക് ഹോൾഡ് ചെയ്യുകയാണ്. ഒരു 2-3 നിമിഷം ഹോൾഡ് ചെയ്യുക, പറ്റുന്നത്രയും. പിന്നെ ഈ മൂക്കിലൂടെ ശ്വാസം വിടുക. അതിലൂടെ തന്നെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഇത്തിരി നേരം ഹോൾഡ് ചെയ്യുക 2 മൂക്കും. ഇതിലൂടെ വിടുക. അതിനൊരു റേഷ്യോ ഉണ്ട്. ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ടാണ് ശ്വാസം വിടേണ്ടത്. അത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞെടുക്കും. ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. ഇതിലൂടെ 8 എണ്ണിയാണ് ശ്വാസം വിടുന്നത്. അതിന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 4 എണ്ണി ശ്വാസം എടുക്കുന്ന, 16 എണ്ണിയാണ് ഹോൾഡ് ചെയ്യുന്നത്, 8 എണ്ണിയാണ് വിടുന്നത്. അപ്പോൾ നമുക്ക് 16 ഒന്നും എണ്ണി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ഒരു പോസിറ്റീവായ കാര്യം നമുക്ക് മനസ്സിൽ വിചാരിക്കാം, എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം വിചാരിക്കുക, അതിനുശേഷം എക്സസൈസ് ചെയ്ത് കളയുക. നമ്മളിവിടെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് വിടുക. പിന്നെ നമുക്ക് ഇപ്പം എല്ലാവർക്കും ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, പറ്റുന്നവർ മാത്രം 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം വിടുക. അത് അനുലോമ വിലോമ പ്രാണായാമത്തിൻ്റെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് വളരെ എഫക്റ്റാണ്. നമ്മൾ ശ്വാസം എടുക്കുന്ന നമ്മുടെ ശ്വാസകോശത്തിൽ വന്ന് ഓക്സിജൻ നിറയുകയും നമ്മുടെ വെയിൻ വഴി നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിൽ വന്ന് നിറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടോക്സിൻസ് മുഴുവൻ എക്സേൽ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് എക്സേൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ടോക്സിൻസാണ് നമ്മുടെ ശരീരത്തിലേക്ക് നീരും വേദനയും ആർത്തറൈറ്റിസും വാതരോഗങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. അതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ മെത്തേഡ് വളരെ നല്ലതാണ്. അത് നമ്മൾ ചെയ്യുന്നത് ശ്വാസം എടുക്കുമ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നത്, ഹോൾഡ് ചെയ്യുന്ന ഇത്തിരി നേരം ഹോൾഡ് ചെയ്യുക. എക്സേൽ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8. വീണ്ടും ആ മൂക്കിലൂടെ 1 2 3 4 ശ്വാസം എടുക്കുന്ന, ഹോൾഡ് ചെയ്യുന്ന, എക്സേൽ ചെയ്യുന്ന 1 2 3 4 5 6 7 8. എപ്പോഴും നമ്മൾ ഇടത് മൂക്കിലൂടെ തുടങ്ങി ഇടത് മൂക്കിലൂടെ വേണം നിർത്താൻ. അപ്പോൾ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ശ്വാസം വിട്ട് അതിലൂടെ എടുത്ത് ഹോൾഡ് ചെയ്ത് ഇടത്തൂടെ വിടുമ്പോഴാണ് ഒരു റൗണ്ട് ആകുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലർ ചോദിക്കും, അയ്യോ ഹോൾഡ് ചെയ്യുന്ന എന്തിനാ, ഇത് പുതിയൊരു പഠിത്തം, ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പറ്റുന്നവർക്ക് മാത്രം ഹോൾഡ് ചെയ്യാം. 2 മൂക്കും അടച്ച് 1 നിമിഷം പിടിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇതിലൂടെ വിടുന്ന വഴി നമുക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കൂടുതലാണ്. അതല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കതല്ല അടച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നിലൂടെ ശ്വാസം എടുത്ത് മറ്റേതിലൂടെ വിട്ട് ഇതിലൂടെ എടുത്ത് അതിലൂടെ അങ്ങ് വിട്ടാൽ മാത്രം മതി. ഇതിൻ്റെ പ്രാണായാമത്തിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണാം. അപ്പോൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്ന വഴി നമുക്ക് നല്ല എനർജി നമ്മുടെ ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ടാണ് ശ്വാസം വിടുന്നത്. ഒരിക്കലും നമ്മൾ ഇതേപോലെ സൗണ്ടോടെ ചെയ്യരുത്. നമ്മൾ ശ്വാസം എടുക്കേണ്ടത് അറിയത്തത് പോലുമില്ല. ഞാൻ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ നല്ല സന്തോഷവതികളായിട്ട് സന്തോഷവാന്മാരായിട്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു മൂഡ് ഔട്ടായിടുന്നത് നമുക്ക് അത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ സന്തോഷമായിട്ടും ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഏത് സുഖമില്ലാതിരിക്കുന്നവർക്കും എല്ലാം നിങ്ങൾക്കൊന്ന് ഇരിക്കാമെങ്കിൽ ചെയ്യാം. കിടന്നുകൊണ്ട് വേണമെങ്കിലും അത്യാവശ്യത്തിന് തീരെ വയ്യാത്ത ഒരാൾക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ നമുക്കറിയാം 7 ചക്രങ്ങളുണ്ട്. ആ 7 ചക്രങ്ങളിലേക്ക് നട്ടല് നിവർന്നിരുന്നാലേ ആ 7 ചക്രങ്ങളിലേക്ക് ഊർജ്ജം പ്രാണൻ നന്നായിട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നട്ടല് നിവർന്നിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ നോക്കുക. അതല്ലാത്തവർക്ക് കസേരയിൽ ഇരിക്കാം. എന്ത് കൈയും കാലും ഒന്നും അനക്കാൻ വയ്യ, പ്രായമായിപ്പോയി, എനിക്ക് വയ്യ എന്നൊക്കെ ഒരു ചിന്തയുള്ളവർക്കും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. നന്ദി.